സ്വാഗതം. ഭൂമിക ഇന്നുള്ളത് ഏഴോം കൊട്ടില അടിപ്പാലം അല്ലമീൻ ഫാമിലാണ്. ഇവിടെ ഹംസക്കയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കാണാം കൂടുതൽ വിശേഷങ്ങൾ. അപ്പൊ ഹംസക്ക് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും ഈ ഒരു ഗാർഡനിലേക്ക്? ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. 5 വർഷം കഴിഞ്ഞ് ചെയ്യാൻ തുടങ്ങി. ആദ്യം ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടായിട്ടില്ല. അങ്ങനെ 1-2 പ്രാവശ്യം തൃശ്ശൂർ പോയി അവിടെ ഫാമിൽ അവിടെ ചെയ്യുന്നതിനെ കണ്ടതിന് ശേഷം അവർ തന്നെ എന്നോട് പറഞ്ഞു, സ്ഥലം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കുറച്ചും കൂടെ ഒരു താല്പര്യം കൂടി വരുന്നത്. അങ്ങനെ കുറച്ച് ചെയ്ത് പിന്നെ ഇപ്പോൾ 10-22 സെന്റ് സ്ഥലത്തിൽ ഈ ചക്കയാണ് നമുക്കിപ്പോ ഒരുപാട് കാണുന്നത്. ഇപ്പൊ ചക്ക ഞാൻ വെക്കുന്നതാണ്. 3 കൊല്ലമായിട്ട് ചക്ക ഇടുന്ന് വെക്കുന്നുണ്ട്. ആവശ്യക്കാർ ഇഷ്ടം പോലെയുണ്ട്. ചക്ക കൊടുക്കാൻ ഉണ്ടാവില്ല അങ്ങനെ ആൾക്കാർ. ഇപ്പൊ അതല്ല, ഇപ്പൊ എല്ലാ വീടുകളിലും ഇപ്പൊ പ്രാവെല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കല. ചക്ക കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ ആവശ്യക്കാരുണ്ടാകുമ്പോൾ വിളിക്കും, ആവശ്യക്കാർ കൊടുക്കും. ഇപ്പൊ കറി വെക്കുന്നതൊക്കെ കൊടുക്കുന്നുണ്ട്. കറി വെക്കാൻ വറവിനുള്ള ആവശ്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് പിടികിട്ടിയത്? ഇതിലേക്ക് ശരിക്കും ഹംസക്കന്റെ ജോലി എന്ന് പറയുന്നത് ഇതായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ജോലിയാണ്. ജോലി 2 വണ്ടിയുണ്ട്. അപ്പൊ അതിൽ മറ്റ് വീസാണ്ട് അങ്ങനെ ചെയ്യുന്ന ഡ്രൈവർമാരുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണ അന്നേരം യൂട്യൂബിലെല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളും കാണാം, കൃഷി ചെയ്യുന്നതും. അങ്ങനെ ഇതിനോട് താല്പര്യം വന്ന് അങ്ങനെ 1-2 സ്ഥലങ്ങളിൽ തോട്ടം കാണാൻ വേണ്ടി പോയി. അത് ആദ്യം പോയത് ആയുർജാക്കിൻ്റെ തൃശ്ശൂരുള്ള വർഗീസ് തറകൻ്റെ തോട്ടത്തിലാണ്. അവിടുന്ന് പണിക്കാരാനോട് പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ നല്ല തൈകൾ കൊണ്ടുപോയിട്ട് കുറച്ച് ഇതുപോലെ ചെയ്ത് നോക്ക്, എന്നാൽ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ ഇതേപോലത്തെ തോട്ടം ഒരു 5-10 സ്ഥലങ്ങളിൽ ഞാൻ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു 3 വർഷമായതുണ്ട്, 2 വർഷമായതുണ്ട്, 1 വർഷമായതുണ്ട്. അതെല്ലാം എനിക്ക് തോന്നുന്നു എൻ്റെ തോട്ടത്തിനെക്കാട്ടും നല്ലതാണെന്ന് തോന്നുന്നില്ലേ. പിന്നെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല, വളം തന്നെയാണ്. വളം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ കാണുന്നത് ഇങ്ങനെ ആയത്. ഇപ്പം എൻ്റെ കൃഷി ഓഫീസർ, നമ്മുടെ ഏഴം പഞ്ചായത്ത് വില്ലേജിലെ കൃഷിഭവനിലെ കൃഷി ഓഫീസർ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്നതാണ്. മിക്ക സമയങ്ങളിലും വരവുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ അവരും പറയും, നമ്മുടെ ഏഴം പഞ്ചായത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഇത് കാണാൻ പ്രയാസമെന്ന് പറയും. ഇവിടെ ഇപ്പം
5 വർഷമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട്. അപ്പൊ നമുക്കിവിടെ കാണുന്നത് ഒരു 5 വർഷത്തിന്റെ വലിപ്പമല്ല, അതുപോലെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് അങ്ങനെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിന്റെ ആ ഒരു പരിശ്രമം എങ്ങനെയാണ്? അതിന്റെ വളം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്തായാലും ഒരു വർഷം 3 പ്രാവശ്യം ഇപ്പോഴും വളം കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ മഴ കഴിഞ്ഞ സമയത്ത് ഒരു പ്രാവശ്യം കൊടുത്ത്, മഴയ്ക്ക് മുമ്പ് ഒരു പ്രാവശ്യം കൊടുത്ത്, ഇനിയിപ്പോൾ ഒരു 2 മാസം കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് കൊടുത്തു. അതുപോലെ വളപ്രയോഗ രീതിയിൽ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, അതേപോലെ തന്നെ പിന്നെ കോഴിവളം, ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് വെക്കുകയാണ് ഞാൻ. ഇതെല്ലാം കൂട്ടിയിട്ട് അവിടെ വെച്ചിട്ട് പിന്നെ അതിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എല്ലാവരും കൊടുക്കുന്നത്. വളം ചെയ്യുമ്പോൾ കൊണ്ടുവരുമ്പം തന്നെ അവർ ടിപ്പർ വളം കൊണ്ടിടും. അതിൻ്റെ കൂടെ ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് അവിടെ മൂടി വെക്കും. ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് ചെടിക്കണം കൊടുക്കുന്നത്. കൂടുതലായിട്ട് കാണുന്നത് ഫ്രൂട്ട്സിന്റെ ഒരു ടൈപ്പാണ്. അപ്പൊ വേറൊരു രീതിയിലേക്ക് വേറെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ 20 സെന്റ് 22 സെന്റല്ലേ ഉള്ളൂ. അതിൽ ഒതുങ്ങുന്നത് അതിൽ ആദ്യം തന്നെ ഇങ്ങനെ ആവും എന്നുള്ള കണ്ടീഷനിൽ ചെയ്തതല്ലല്ലോ. ഞാനൊരു ആവേശം കൊണ്ട്, ഞാൻ പറഞ്ഞില്ല, കൊറോണ സമയത്ത് അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ചെയ്തതാണ്. ഇന്നിപ്പം അൽഹംദുലില്ലാ നല്ലൊരു എല്ലാവരും വരുമ്പോൾ നിങ്ങളെ പോലെയുള്ള ആള് നല്ലൊരു 2 വാക്ക് പറയുമ്പോൾ ഒരു സന്തോഷം. ഇതിലും ഇനി കൂട്ടാൻ തന്നെ ഈ പറമ്പിൽ ഇതിൽ സ്ഥലമില്ല. ഇപ്പം ഞാൻ ചെയ്തു കൊടുക്കുന്നത് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് ഇല്ലാത്ത പഴങ്ങൾ ഞാൻ ഇപ്പം ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ ഇപ്പം ഒരു വീട്ടിൽ നിന്ന് നശിച്ചു പോകാൻ വേണ്ടി നിന്നൊരു പ്ലാന്റ് ഇവിടെ കൊണ്ടുവന്ന് അതിനെ ജീവൻ കൊടുത്ത് സംരക്ഷിച്ചു പോരുന്നുണ്ട്. അതിന്റെ ഒരു കഥ എങ്ങനെയാണെന്ന് പറയാം. അതിന്റെ എന്ന് പറഞ്ഞാല് അവരുടെ പറമ്പില് ഞാൻ JCB കൊണ്ട് പോയെന്ന്, അവിടെ ഒരു ചെറിയ ബിൽഡിങ്ങിന്റെ പണിക്ക് പോയതാണ്. അത് വൃത്തിയാക്കുമ്പോൾ അത് കളയാതെ നമുക്ക് അവിടെ ഒരു ഓഫീസിന്റെ ഒരു മുറി കെട്ടാൻ കഴിയില്ല. അങ്ങനെ ആജിക്ക കുറേ അത് കളയാതെ പറഞ്ഞു, കളയാതെ എങ്ങനെയും പറ്റൂല. അങ്ങനെ ഞാൻ എന്താക്കി അതിന് 2 കമ്പ് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഗ്രാഫ്റ്റ്, എൻ്റെ ഇവിടെ കൊട്ടയിലെല്ലാം ചെടിക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ആജിക്കാൻ്റെ കൂടിയുണ്ട്, ബാക്കി ആജിക്ക പറഞ്ഞു. അപ്പൊ ആ ഒരു ചെടിയുടെ കഥ ഇപ്പം ഹംസക്ക പറഞ്ഞു. അപ്പൊ അത് എങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ വർഷങ്ങൾക്ക് മുന്നേ കരിമ്പം ഫാമിൽ നിന്ന് ഒരു മാംഗോസ്റ്റീൻ വാങ്ങിയിരുന്നു. അതോടുകൂടി ഒരു നീണ്ട വർഷത്തിന് ശേഷമാണ് അത് കായ്ച്ച് തുടങ്ങിയത്. അതിനിടയിൽ NH വേണ്ടിയിട്ട് നമ്മളെ വീടും സ്ഥലമൊക്കെ നഷ്ടപ്പെട്ടു. ബാക്കി ഒരു 18 സെൻറ്റ്. അതിൽ എനിക്ക് ഏറ്റവും ഒരുപാട് ഫ്രൂട്ട്സുകൾ ഉണ്ടെങ്കിലും അതെല്ലാം പോയി. ഈ ഒരു മാംഗോസ്റ്റീൻ വളരെ രുചികരമായ മാംഗോസ്റ്റീൻ, ഒരുപാട് കായ്കളുണ്ടാകുന്ന ഒരു സംഭവം കൂടിയായിരുന്നു. അങ്ങനെ മൈക്കാർ എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ മൊയ്തു സാഹിബ് എന്ന് പറഞ്ഞവരുമായിട്ട് ഒരു ബന്ധത്തിലൂടെയാണ് ഹംസ സാഹിബിനെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ഈ വിഷമം എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി നിയമത്തിൻ്റെ നിബന്ധനകൾക്ക് ഞാൻ നിസ്സഹനായി, വളരെ വിഷമത്തിലായി. എപ്പോഴും ഒരു ടെൻഷൻ, വീട്ടിലേക്ക് എത്തിയാലും ആ മാംഗോസ്റ്റീൻ പോകുന്ന ഒരു വലിയ പ്രയാസത്തിലായിരുന്നു. പക്ഷേ മുനിസിപ്പാലിറ്റീൻ്റെ ആ ഒരു നിയമത്തിന് മുറിക്കേണ്ടി വന്നു. എൻ്റെ നിരാശ എന്തോ മനസ്സിലാക്കി ഹംസ സാഹിബ് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെടി എനക്കും ഒരു ചെടി ഹംസക്കാക്കും, അത് എന്തായാലും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷെ വളരെ പിടിച്ചു കിട്ടാൻ വളരെ പ്രയാസമുള്ള ഒരു സംഭവം കൂടിയാണ് ഇതിൻ്റെ ഗ്രാഫ്റ്റിങ്. ദൈവകാരുണ്യം എന്ന് പറയാം. 2 ചെടി വളരെ ഉഷാറായിട്ട് ഈ നഴ്സറിയിൽ ഒരു ദൂതനെന്ന പോലെ ഹംസക്ക എന്നെ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു സമാധാനം കിട്ടി. ഇപ്പോൾ ഇത് നേരിട്ട് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമ, എനിക്കൊരു നിരാശയുമില്ല. ഏതായാലും ഇങ്ങനെ ഒരു ചെടി ഉണ്ടല്ലോ എന്നില്ല, നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാംഗോസ്റ്റിൻ്റെ തയ്യാന്നിത് ആജിക്കാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ചെയ്ത് ഒന്നിത് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട്സാണ്. ഇതെല്ലാ ചെടിയും പോലെ അല്ല, ഇത് 8 വർഷം, മിക്കവാറും 8 വർഷം പണി കഴിക്കണമെങ്കിൽ അങ്ങനെയുണ്ട് തയ്ക്കും. മറ്റെല്ലാം ഇപ്പം ചക്കയായാലും മാങ്ങയായാലും 2-3 വർഷം അല്ലെങ്കിൽ 4 വർഷത്തിനുള്ളിൽ കായ്ക്കും. മിക്ക ചെടികളും 4 വർഷത്തിൻ്റെ ഉള്ളിൽ കായ്ക്കും. ഈ മാംഗോസ്റ്റിൻ അങ്ങനെ കായ്ക്കും. ഒരുപാട് ഫ്രൂട്ട്സ് പിടിക്കും, നല്ല മധുരം, നല്ല മധുരം ഉണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു.
ഭൂമികയിൽ ഇന്ന് പരിചയപ്പെടുത്തിയത് ഏഴോത്തെ ഹംസക്കയാണ്. പ്രൊഫഷൻ ബേസിൽ ഹംസക്ക ഒരു കർഷകനല്ലെങ്കിലും കൃഷിയിൽ മുന്നേറാമെന്ന് കാണിച്ചു തരികയാണ് ഹംസക്കയുടെ ഒരു പാഠം നമുക്ക്. അതുപോലെ തന്നെ ആത്മസൗഹൃദത്തിന്റെ ഒരു ബന്ധം കൂടെയുണ്ട് ഈ കൃഷിയിൽ അദ്ദേഹത്തിന്. എന്തായാലും ഭൂമികയിൽ അടുത്ത കർഷകനൊപ്പം കാണാം. നന്ദി, നമസ്കാരം.